പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിനകത്ത് കേട്ടെ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിനകത്ത് കർത്താവായ യേശു പ്രാർത്ഥന കഴിഞ്ഞ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, എപ്പോഴാ ശ്രദ്ധിച്ച് കേട്ടെ, പ്രാർത്ഥന കഴിഞ്ഞ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് താണു വണങ്ങിയിട്ട് യേശുവിനോട് പറയാണ്, കർത്താവേ അങ്ങക്ക് മനസ്സുണ്ടോ എന്നത്തോടെ. ശ്രദ്ധിച്ച് കേൾക്കണമേ, ഇങ്ങനെയാണ് യേശുവിനോട് ചോദിക്കുന്നത്, കർത്താവേ അങ്ങക്ക് മനസ്സുണ്ടോ എന്നത്തോടെ. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആരും കുഷ്ഠരോഗിയെ തൊടത്തില്ല, തൊട്ടാൽ കുഷ്ഠം പകരും. രണ്ടാമത്തെ കാര്യം കേൾക്കണമേ, അന്ന് മോശയ്ക്ക് ദൈവം കൽപ്പനകൾ കൊടുത്തപ്പോൾ ചില രോഗത്തിന്റെ കൽപ്പനകൾ കൊടുത്തു. അതിൽ മ്ലേച്ഛകരമായ രോഗം, അശുദ്ധകരമായ രോഗത്തിൽ ഒന്നാണ് എന്താണ് കുഷ്ഠരോഗം. അതുകൊണ്ട് കുഷ്ഠരോഗി കിടക്കുന്ന എവിടെയെന്നറിയാവോ, അവൻ ഏതെങ്കിലും വിജനദേശത്ത് പോയി കിടക്കും. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണമേ, അവൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ വിളിച്ചു പറയും, ഞാൻ അശുദ്ധനാണെന്ന് വിളിച്ചു പറയും. ഇതായിരുന്നു അന്നത്തെ ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ. ഇവൻ വന്നിട്ടാണ് യേശുവിനോട് പറയുന്നത്, കർത്താവേ അങ്ങക്ക് മനസ്സുണ്ടോ എന്നത്തോടാണ്. ശ്രദ്ധിക്കണമേ, യേശു എന്ന് വെച്ചാൽ അന്ന് കുഷ്ഠരോഗിക്ക് അവന്റെ വീട്ടിലെ കടഭാരം മാറണമെന്നോ അവന്റെ രോഗം സൗഖ്യമാക്കണമെന്നോ അവന്റെ വിഷയങ്ങൾ മാറണമെന്നല്ല അവൻ പറയുന്നത്. ഒറ്റ കാര്യം, ഒന്ന് തൊടണം. ഹല്ലേലൂയ പറഞ്ഞേ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഒറ്റ കാര്യം അവനൊന്ന് തുറന്ന. ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, നാളെ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ കർത്താവേ എന്നെ ഒന്ന് തൊടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ വിശ്വസിച്ചോ ദൈവ പൈതലെ, നീ വെറുതെ ഇവിടുന്ന് പോകത്തില്ല. 2026 നിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ, കരങ്ങൾ അടിച്ചൊരു ഹല്ലേലൂയ പറ ശക്തിയോടെ. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടെ, വചനം പറയുന്നത് ഇങ്ങനെയാണ്, യേശു കൈനീട്ടി കുഷ്ഠരോഗിയെ തൊട്ടു. യേശു തൊട്ടതും അവന്റെ കുഷ്ഠം മാറിയെങ്കിൽ വിശ്വസിച്ചോ ദൈവമക്കളെ, ആരും തൊടാത്ത നിന്റെ രോഗത്തിന്റെ അകത്ത്, ആരും തൊടാത്ത നിന്റെ കടഭാരത്തിൽ, ആരും തൊടാത്ത നിന്റെ വീട്ടിലെ പ്രശ്നം, ആരും തൊടാത്ത നിന്റെ തോൽവിയിൽ, ആരും തൊടാത്ത നിന്റെ ഫ്യൂച്ചറിന്റെ അകത്ത്, ആരും തൊടാത്ത നിന്റെ വിഷയത്തിന്റെ അകത്ത് വിശ്വസിച്ചോ. ദൈവത്തിന്റെ കൈ വന്നാൽ വിശ്വസിക്കണമേ, ദൈവം അതിന്റെ അകത്ത് തൊട്ടാൽ മാറാത്തത് മാറും. ഹല്ലേലൂയ പറഞ്ഞേ പറ ശക്തിയോടെ പറ ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ കേട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വചനം പറയുന്നുണ്ട്, യേശു നായിൻ എന്ന പട്ടണത്തിന്റെ തെരുവീതിയിൽ നടക്കുമ്പോൾ വചനം പറയുന്ന ഒരു വലിയ കരച്ചിലും മുറവിളിയും ബഹളമൊക്കെ കേൾക്കും. അവിടുത്തെ ജനങ്ങളോട് ചോദിക്കുമ്പോൾ പറയാൻ ഒരു വിധവയുണ്ടായിരുന്നു, അവനൊരു മകനുണ്ട്, അവൻ മരിച്ചുപോയി, അവനെ അടക്കാൻ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ കേട്ടെ. വചനം പറയുന്ന ഇങ്ങനെ, യേശു ശവമഞ്ചം കൊണ്ടുപോകുന്നവർക്ക് പറഞ്ഞ് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് യേശു വന്നു ശവമഞ്ചത്തിൽ തൊട്ടു. കേട്ടെ, യേശു വന്ന് ശവമഞ്ചത്തിൽ തൊട്ടു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നുവെങ്കിൽ കേട്ടെ, നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ വിഷയങ്ങൾ, ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രശ്നം, ഇപ്പോൾ നീ പൊക്കോണ്ടിരിക്കുന്ന രോഗം, ഇപ്പോൾ നീ അനുഭവിക്കുന്ന തോൽവി, ഇപ്പോൾ നിനക്ക് ഉണ്ടായിരിക്കുന്ന ജോലി പ്രശ്നം, ഇപ്പോൾ നിനക്ക് ഉണ്ടായിരിക്കുന്ന മറ്റുള്ളവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചെന്ന് പറയുന്ന പ്രശ്നം, ഇപ്പം നിന്നോട് നാട്ടുകാരും നിന്റെ വീട്ടുകാരും, നിന്റെ അപ്പന്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും, നിന്റെ കൂടപ്പിറപ്പും, നിന്റെ തോളി കൈയിട്ടവരും, നിന്റെ ചങ്ക് ബ്രോയും, നിന്റെ ബെസ്റ്റിയൊക്കെ നിന്നോട് പറഞ്ഞില്ലേ, ഇനി നടക്കത്തില്ല, ഇനി ഇത് കല്ലറയ്ക്കകത്തെ ഒതുങ്ങത്തുള്ളൂ, ഇനി ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങനെ നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചോ. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്നു, നായിലെ വിധവയുടെ മകനെ മരിക്കാൻ അടക്കാൻ കൊണ്ടുപോയവന്റെ ശവമഞ്ചത്തിൽ തൊട്ടപ്പോൾ അവൻ എഴുന്നേറ്റിരുന്നെങ്കിൽ ആ ദൈവത്തിന്റെ പേര് യേശു എന്നാണെങ്കിൽ, ഇന്ന് ആ യേശുവിന്റെ പേരിലാണ് IFI മിഷൻ ഈ ശുശ്രൂഷ ഇവിടെ നടത്തുന്നതെങ്കിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ആ യേശുവാണ് ഏകസത്യ ദൈവമെന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നെങ്കിൽ വിശ്വസിച്ചോ. നിന്റെ മരിച്ചെന്ന് പറയുന്ന വിഷയം, ഇനി അത് കല്ലറയ്ക്കകത്തെ ഒതുങ്ങത്തോളെന്ന് പറയുന്ന വിഷയം, അതിന്റെ അകത്ത് ദൈവത്തിന്റെ കൈ വന്നാൽ അത് ജീവനോടുകൂടി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. കരം പിടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ ശക്തിയോടെ പറ ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഇനിയൊന്ന് പറ, കൈ ഒന്ന് പിടിച്ചിട്ട് പറ, ദൈവം നിന്നെ തൊടുകയെന്ന് പറ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ദൈവം തൊട്ടാൽ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായ? ദൈവം തൊട്ടാൽ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായ? പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്തായിരിക്കും ദൈവം നമ്മളെ തൊടാത്തെ? ദൈവം എന്തായിരിക്കും നമ്മളെ തൊടാത്തെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തായിരിക്കും ദൈവം നമ്മളെ തൊടാത്തെ? നിങ്ങളറിയാവോ, കത്തോലിക്ക സഭ കർത്താവായ ദൈവം മോശയോട് പറഞ്ഞതും സഭ ഉണ്ടായതിനു ശേഷം സഭ അത് നമ്മളോട് പഠിപ്പിക്കുന്ന കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്തായിരുന്നു? പറ. എൻ്റെ ദൈവമായ കർത്താവ്. കേട്ടെ, എൻ്റെ ദൈവമായ കർത്താവ്. നിങ്ങൾ ആ വാക്കിനെ ഒന്ന് ശ്രദ്ധിച്ച, ദൈവമായ കർത്താവ് ഞാനാകുന്നു. മനസ്സിലായി? ആ ദൈവമായ കർത്താവ് ഞാനാകുന്നു, വേറൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. മനസ്സിലായി? എന്ന് പറയുമ്പോൾ ദൈവം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഉണ്ടാകുമെന്നത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്തായിരിക്കും ദൈവം അത് പറയാനുള്ള കാരണം? വേറൊരു ദൈവം ഉണ്ടാകരുത് എന്ന് പറയാനുള്ള കാരണം എന്താ? അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായതുകൊണ്ടല്ലേ അങ്ങനെ ഉണ്ടായത്.
അങ്ങനെ യേശു ആ വാക്ക് പറയാൻ, പിതാവായ ദൈവം ആ വാക്ക് പറയാനുള്ള കാരണം എന്താ? വേറൊരു ദൈവം ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇവിടെ ഒന്നാം പ്രമാണ ലംഘനം എവിടെയാ വരുന്നതെന്നറിയോ? നീ എന്ന് പറയുന്ന സംഭവമല്ല, ഞാൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതാണ് നിന്റെ ജീവിതത്തിലെ ഒന്നാം പ്രമാണം. ലംഘനം. മനസ്സിലായോ? ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞ വാദം എന്ന് പറ. ഹല്ലേലൂയ. ഇതാണ് നീ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ എന്ന് പറയുന്ന സാധനം ഇല്ലേ, ഈ സാധനം എന്നാണോ പൊളിയുന്നത്, അല്ലാത്തടുത്തോളം കാലം ഈ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ബ്ലെസ്സിങ് നടക്കത്തില്ല. ശ്രദ്ധിച്ചു കേട്ടെ, ഈ ഒന്നാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ, അതായത് ഒന്നാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രമാണങ്ങൾ നിങ്ങൾ ലംഘിക്കണ്ട, പരസ്യമായി നിങ്ങൾ ലംഘിക്കണ്ട. ഓൾറെഡി ഒന്നാം പ്രമാണം ലംഘിച്ചപ്പോൾ തന്നെ ബാക്കി 10 പ്രമാണത്തിന്റെ അകത്തുനിന്ന് നീ വീണു. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന കൈയൊന്നും പിടിച്ച് കുലുക്കിയിട്ട് പറ, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറ. മുഖത്ത് നോക്കി പറയണം. എൻ്റെ അടുത്തൂടെ പറ, നീ അങ്ങനെ പറ. നിങ്ങൾ 10 പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു നോക്കിയേ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ രാവിലെ ഉറക്കം എഴുന്നിട്ട് കണ്ണാടിന് മുമ്പിൽ, ദൈവമേ എന്താ, അങ്ങനെയല്ല, രാവിലെ ഉറക്കം എഴുന്നിട്ട് കണ്ണാടിന് മുമ്പിൽ 2 ചാട്ടം ചാടിയിട്ട് ഞാൻ പറയും, കർത്താവേ ഇന്നൊരു 10,000 പേരോട് എനിക്ക് സുവിശേഷം പറയണം. ഹല്ലേലൂയ പറഞ്ഞേ, പറ ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറയാം, കർത്താവ് ഇന്ന് മരിച്ചവൻ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച്, 18-ാമത്തെ വയസ്സിൽ സ്പോർട്സ്, ഞാൻ ഹോക്കി പ്ലെയർ ആയിരുന്നു, അത്ലറ്റ് ആയിരുന്നു. ഇതെല്ലാം ചെയ്ത് ഈ ലോകത്തിന്റെ പാപമൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത്, വീഡിയോ എടുക്കുന്നില്ല ഞാനൊന്നും പറയുന്നില്ല, എല്ലാമൊക്കെ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ എക്സ്ട്രീം ചെയ്തിട്ട് നടന്ന സമയത്ത് ദൈവം എന്നെ വിളിച്ചത് ഒരു ചെറിയ കാര്യം ചെയ്യാനല്ല. ആണോ? നമ്മുടെ ദൈവം ശക്തനാണോ? ആണോ? ആണോ? അല്ലെന്ന് ഞാൻ പറഞ്ഞാലോ? നമ്മുടെ ദൈവം ശക്തനല്ല, സർവശക്തനാ. ഹല്ലേലൂയ പറ, പറഞ്ഞേ ഹല്ലേലൂയ പറ. നിങ്ങൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് എക്സ്ട്രീമാണ്, അവസാനത്തത് കൊടുക്കണം, വേറെ കൊടുക്കാൻ നിൽക്കരുത്. ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ഒന്നാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യത്തെ പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ ബാക്കി 10 പ്രമാണം ഓൾറെഡി ലംഘിച്ച് കഴിഞ്ഞു. നിങ്ങൾ അതിനെ പരസ്യമാണ്, അതായത് നിങ്ങളതിനെ ഇപ്പം തന്നെ ഞാനൊരു ഉദാഹരണം പറയാം. ഈ 1-ാമത്തെ പ്രമാണം ലംഘിച്ചു കഴിഞ്ഞു. 2-ാമത്തെ പ്രമാണം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. ഓക്കെ, നിങ്ങൾ 1-ാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി 2-ാം പ്രമാണം ലംഘിച്ച് കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് നീ 1-ാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഞാൻ നിങ്ങൾ പ്രമാണം പറഞ്ഞ് പേടിപ്പിക്കുകയല്ല. നിങ്ങൾ ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാത്തടത്തോളം കാലം, നിങ്ങൾ ആരാണെന്നുള്ള, അതായത് ദൈവം നമ്മളെ എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാത്തടത്തോളം കാലം ഒരിക്കലും നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ളത് പ്രാപിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ കേട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഈ 1-ാം പ്രമാണത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ, ദൈവം അങ്ങനെ പറയാനുള്ള കാരണം വേറൊരു ദൈവത്തിന്റെ പിന്നാലെ പോകാൻ ഇസ്രായേൽ ജനം സാധ്യത ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 2-ാമത്തെ കാര്യം കേട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. മോശ കൽപ്പന എഴുതാൻ മലമുകളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ആ കൽപ്പന, ആ 1-ാം പ്രമാണം ഓൾറെഡി മോശ മേലുന്നത് താഴോട്ട് കൊണ്ടുവരും. മോശ കൽപ്പന മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ, കേട്ടെ, എൻ്റെ വാക്കിനെ ശ്രദ്ധിച്ച് കേട്ടെ, മോശ കൽപ്പന മലമുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ഇസ്രായേൽ ജനം 1-ാം പ്രമാണം ലംഘിച്ച് കഴിഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറ ഹല്ലേലൂയ. അവർ മോശ കൽപ്പനയായിട്ട് താഴോട്ട് വരുന്നതിന് മുന്നേ അഹറോനെ കൊണ്ട് അവർ സ്വർണത്തിന്റെ കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ച് കഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് ഇത് അറിയാവുന്നത് കൊണ്ടാണ് മുന്നേ ഇത് പറഞ്ഞത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങളെന്ന ഭാവം, അതായത് ഞാൻ എന്ന ഭാവം നിങ്ങളെടുത്ത് കളയാത്തടത്തോളം കാലം, നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ബിഗ് സീറോ ആകാത്തടത്തോളം കാലം ദൈവത്തിന്റെ യഥാർത്ഥ മകനോ മകളോ നിങ്ങൾക്കാകാൻ പറ്റത്തില്ല. കരങ്ങൾ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, കരങ്ങൾ അടിച്ചൊരു ഹല്ലേലൂയ പറ. ഫിലിപ്പി ലേഖനം, നിങ്ങൾ ബൈബിൾ എടുക്കണ്ട, ഞാൻ എടുത്തോളാം കേട്ടോ. ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട് ആരെങ്കിലും? എത്ര പേര് കൊണ്ടുവന്ന് ഞാൻ കണ്ടോട്ടെ? ബൈബിൾ കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ടോട്ടെ. ഞാൻ എടുത്ത് വെച്ചിട്ടില്ല വചനം, ആ ദൈവം എന്നോട് സംസാരിച്ച് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഫിലിപ്പി ലേഖനം പറയുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണമേ. ആകയാൽ കേട്ടോ,
ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിലുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. കേട്ടെ, മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ശ്രദ്ധിച്ചിട്ടെ, ഓരോരുത്തർ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇന്ന് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയാവോ? ഇന്ന് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഞാനാണ് വലുത്, ഞാനാണ് വലുത്, ഞാനാണ്. ശുശ്രൂഷകളുടെ ഇടയിലാരും ഞാൻ കാണുന്നതാണ് പ്രിയപ്പെട്ട ദൈവമക്കൾ. നിങ്ങൾ കേട്ടെ, എനിക്കിതാ ഞാൻ 20 വർഷമായി 20 വർഷം കഴിഞ്ഞു കർത്താവിലായിട്ട്. ഇതുവരെയും സ്വന്തമായിട്ട് മക്കി ഞാൻ മേടിച്ചിട്ടില്ല. കേട്ടെ, ഞാൻ സുവിശേഷ പ്രസംഗം തുടങ്ങിയിട്ട് 10 കൊല്ലം കഴിഞ്ഞു. എനിക്ക് ഈ ദിവസങ്ങളിൽ ത്രോട്ട് ഇൻഫെക്ഷൻ ആയി. എന്നോട് പലരും പറഞ്ഞു, ബ്രദറെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മൈക്ക് വേറെ ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് ഈ സാധനം വേണ്ട. എന്നെ നിങ്ങൾ ആ റോഡിലോട്ട് പിടിച്ചിരുത്തിയിട്ട് സുവിശേഷം പറയാൻ പറഞ്ഞാൽ അടിച്ച് പൊളിക്കും ഞാൻ. നിങ്ങൾ എന്നെ പിടിച്ചിരുത്തി നോക്കി അങ്ങോട്ട്, നിങ്ങൾ ആ അഡലക്സിന് മുമ്പിൽ നിർത്തിയിട്ട് സുവിശേഷം പറയാൻ പറഞ്ഞു നോക്കേ, തകർത്ത് കളയും ഞാൻ. ഹാലേലൂയ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാ. ഹാലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. നിങ്ങൾ കേട്ടെ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ന് ക്രിസ്തു എന്തായിരുന്നു ഈ ഭൂമിയിൽ? ക്രിസ്തു എന്തായിരുന്നു ഈ ഭൂമിയിൽ? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, യേശു സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. കേട്ടോ, യേശു സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അല്ലാത്തവൻ സ്വർഗത്തിൽ പോകത്തില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. കേട്ടോ, സ്വർഗത്തിൽ നിന്ന് വന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? സ്വർഗത്തിൽ നിന്ന് വന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? ആരായിരുന്നു? പെട്ടെന്ന് പറഞ്ഞേ. ഫിലിപ്പോസ് പറ. സ്വർഗത്തിൽ നിന്ന് വന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? എനിക്കറിയാം. പേര് യേശു. കേട്ടോ, പേരെന്തായിരുന്നു? യേശു. കേട്ടെ, യേശു വന്ന് ഇവിടെ എന്താണോ ചെയ്തത്, കേട്ടോ മക്കളെ, യേശു വന്ന് ഇവിടെ എന്താണോ ചെയ്തത്, നിങ്ങൾ അതേ കാര്യം ചെയ്യാത്തടുത്തോളം കാലം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഞാനത് ലോകത്തിന്റെ നിയമത്തിൽ നിന്ന് പറഞ്ഞാണ്. കേട്ടോ, നിങ്ങൾ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകാമെങ്കിൽ പോട്ടെ, ഇംഗ്ലണ്ടിൽ പോകുന്ന ഏത് രാജ്യത്തോട്ട് പോകണമെങ്കിലും അവർ തരുന്ന പേപ്പർ നിങ്ങൾ സൈൻ ചെയ്യണം. ആ സൈൻ ചെയ്ത പേപ്പറിനകത്ത് കാണും ആ രാജ്യത്തിന്റെ നിയമത്തെ. നിങ്ങൾ ആ രാജ്യത്തെ നിയമത്തെ നിങ്ങൾ പറഞ്ഞേ വാക്ക് പറ, വാദം എന്ന് പറഞ്ഞ എന്ത് ചെയ്യുന്നു? അനുസരിച്ചോളാം എന്ന് നിങ്ങൾ ആ പേപ്പർ സൈൻ ചെയ്താൽ നിങ്ങളൊക്കെ. ഇനി ഇന്ത്യയിലോട്ട് ഒരുത്തം വേറെ രാജ്യക്കാരന് വരണമെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ആണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എൻ്റെ കയ്യിലെ കുഴപ്പമല്ല, ബൈബിളിൻ്റെ അകത്ത് അങ്ങനെ എഴുതിയേക്കുന്നത്. എന്നോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കണം. മനസ്സിലായ? പരിഗണിക്കണം. അടുത്ത കാര്യം കേട്ടെ, യേശുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. കേട്ടെ, യേശുവിനുണ്ടായിരുന്ന ഈ കൊമ്പ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നല്ല പറഞ്ഞ്, യേശുവിനുണ്ടായിരുന്ന ഈ അത്ഭുതം നിങ്ങൾ കാണിക്കണമെന്നല്ല പറഞ്ഞ്, യേശുവിനുണ്ടായിരുന്ന ഈ ഒരു ദൈവത്വം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നല്ല പറഞ്ഞ്, യേശുവിനുണ്ടായിരുന്ന ഈ മനോഭാവം. പ്രിയ ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, നിന്റെ മനോഭാവം മാറാത്തടുത്തോളം കാലം ദൈവത്തിൽ നിനക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തേക്ക് നിങ്ങളെ കൈയൊന്നും പിടിച്ച് കുലുക്കിയിട്ട് പറ, മനോഭാവം മാറണമെന്ന് പറ. മുഖത്ത് നോക്കി പറ. ഹല്ലേലൂയ. കേട്ടെ, മനോഭാവം മാറാത്തടുത്തോളം കാലം നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. ഞാനല്ല പറഞ്ഞത്, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയോട് പറഞ്ഞ കാര്യമാണ്. അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, പറയാണ് യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. അടുത്ത കാര്യം കേട്ടോ, ഈ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി. കേട്ടോ, തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശു മരണം വരെ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നിട്ട് പറയാണ്, ഞാൻ ദൈവമാണ് എന്നാണോ യേശു വന്ന് ഞെളിഞ്ഞെന്ന് പറഞ്ഞത്? ആണോ? അല്ല. നിങ്ങൾ ശ്രദ്ധിച്ച, യേശു എപ്പോഴാണ് ഇത് പറഞ്ഞത്? ശ്രദ്ധിച്ചു കേട്ടെ. യേശു ജനിക്കുന്നത് എങ്ങനെയാ? പരിശുദ്ധ ദൈവമാതാവിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് പറഞ്ഞു, നീ പരിശുദ്ധമായ ഗർഭസ്ഥ പുത്രനെ പ്രസവിക്കും. ഓക്കെ, ഈ പറഞ്ഞതുപോലെ സാധാരണ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ, ജനിക്കുന്നതല്ല, സാധാരണ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന പോലെ തന്നെ മാതാവ് കുഞ്ഞിനെ പ്രസവിച്ചു. രണ്ടാമത്തെ കാര്യം കേട്ടോ, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യന്റെ പ്രീതിയിൽ വളർന്നു വന്നു. കേട്ടോ, ജ്ഞാനത്തിലും പ്രായത്തിലും. എങ്ങനെയാ വന്നേ? ജ്ഞാനത്തിലും പ്രായത്തിലും. ആരുടെയൊക്കെയാ? ദൈവത്തിന്റെ. കേട്ടെ, ദൈവത്തിന്റെ മാത്രം പ്രീതിക്ക് വളർന്നു വന്നാണോ ബൈബിൾ എഴുതി വെച്ചേക്കുന്നത്? എന്താ യേശുവിന് അങ്ങനെ? യേശു ദൈവമല്ലേ? അങ്ങനെയെങ്കിൽ യേശു അങ്ങനെ വളർന്നു വന്നാൽ പോരായിരുന്നോ? പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിക്കണമേ. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യന്റെ പ്രീതി ആവശ്യമാണ്.
ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ മനുഷ്യന്റെ പ്രീതി ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അനുഗ്രഹം വരാത്തതിന്റെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ മാറാത്തതിന്റെ ചില പ്രശ്നത്തിന്റെ ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന്റെ മനുഷ്യന്റെ പ്രീതിയിൽ നിങ്ങൾ വളർന്നു വരിക. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. യേശു ജനിച്ചു, യേശു ദൈവത്തിന്റെ മനുഷ്യന്റെ പ്രീതിയിൽ വളർന്നു വന്നു. യേശു 30 വയസ്സ് വരെ എന്ത് ചെയ്തു? 30 വയസ്സ് വരെ എന്ത് ചെയ്തു? ഹിമാലയത്തിൽ വന്ന് സാത്താൻ അവനങ്ങോട്ട് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഉള്ളിലുള്ള പിശാചിനെ ഇറക്കിയിട്ട് അടുത്ത കാര്യം പറയാം. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയുന്നെങ്കിൽ നിങ്ങൾ കേട്ടോ, അവന്റെ ഉള്ളിൽ ഏറ്റവും നല്ല പിശാചുള്ള ഒരുത്തനായിരിക്കും അങ്ങനെ പറയുന്നത്. പിന്നെ യേശു അവിടെ നിന്ന് വേറെ യേശുവിന് വേറെ ജോലിയില്ലേ? യേശു സൃഷ്ടിച്ച ഹിമാലയത്തിന് അവിടെ പോയി യേശു ഇരുന്നു. അതൊക്കെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ പിള്ളേർ കേൾക്കുന്നത്. എന്നോട് കൊച്ചു പറഞ്ഞതാ. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? കേട്ടെ, മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? പറ. മാതാപിതാക്കളുടെ വഴക്ക് കൂടി. അമ്മ പറഞ്ഞു പോണ്ട, ഇല്ല ഞാൻ പോകും, ഹല്ലേലൂയ. ഇന്ന് സിനിമ ഇല്ല, ഞാൻ ഉറപ്പായിട്ട് പോയിരിക്കും, ഹല്ലേലൂയ. അങ്ങനെയാണോ? പിന്നെ മാതാവ് പറഞ്ഞു നീ അങ്ങോട്ട് മോനേടാ അങ്ങോട്ട് പോലെ, ചുമ്മാ അങ്ങനെയാണോ? അപ്പോഴേ നീ അധിക നേരം ഇങ്ങനെ കിടന്ന് കറങ്ങി. ഇതിപ്പോ ആരാ ചെയ്യാത്ത? നീ പ്രേമിക്കില്ലെന്ന് ഇപ്പൊ എന്താ? പിന്നെ ഇപ്പൊ ആരാ പ്രേമിക്കാത്തല്ലേടാ? അതാ ആരാ പ്രേമിക്കാത്ത? എല്ലാരും നരകത്തിൽ പോവും. ബാക്കി പറ. ഞാൻ പറയത്തില്ല, എനിക്കറിയത്തില്ല പറയാം. ഞാൻ നെഗറ്റീവ് പറയാതെ ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. പ്രേമം 1-ാം പ്രമാണ ലംഘനമല്ലെന്ന് ആരെങ്കിലും പറയാവോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ നാളെ രാവിലെ എനിക്ക് വേറൊരു ധ്യാന ക്ലാസ്. നാളെ രാവിലെ വരെ ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഞാൻ പോത്തുള്ളൂ. ഹല്ലേലൂയ. കേട്ടോ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. പ്രേമ ദൈവോത്രിയാണോ? ദൈവ സ്നേഹമല്ലേ? ആണോ? അതാരാ തന്നെ വന്നേ കേട്ടെ. ആണോ? ദൈവ സ്നേഹമാണ്, പക്ഷെ ദൈവം പ്രേമമാണോ? എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് പേഴ്സണലി പറയാം കേട്ടോ. എല്ലാവരും വരണം കേട്ടാ കാണാൻ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ പറഞ്ഞേ? ശ്രദ്ധിച്ച് കേട്ടെ മക്കൾ, ശ്രദ്ധിക്കണമേ. വചനം പറയാണ്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യന്റെ പ്രീതി വളർന്നു വന്നു. അതിനുശേഷം പറയാം മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണ്. പക്ഷേ ഔസേ പിതാവ് എന്ന് പറയുന്ന എന്താണ് മരപ്പണിക്കാരനോ അല്ലെങ്കിൽ മറിയ എന്ന് പറയുന്ന ഒരു സാധാരണപ്പെട്ട സ്ത്രീക്കോ വിധേയപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ദൈവത്തിന്റെ കൽപ്പനയോ ദൈവത്തിന്റെ പ്രോസസ്സോ ദൈവത്തിന്റെ പരിപാടിയോ അങ്ങനെ അല്ല. ദൈവത്തിന്റെ പരിപാടി നിന്നെ ഭൂമിയിൽ ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും വിധേയപ്പെട്ട് ജീവിക്കാത്തടുത്തോളം കാലം അനുഗ്രഹം നിന്റെ മേൽ വരുത്തില്ല. കേട്ടോ? അപ്പോഴും നിങ്ങൾ പറയും, ബ്രദറെ എൻ്റെ അപ്പൻ ഇങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, പൊക്കോട്ടെ, വിട്ടേരെ. നിങ്ങളത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറുതലിക്കരുത്. മറുതലിച്ചാൽ അത് അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യും. മനസ്സിലായ? ദൈവം പറഞ്ഞ ആദ്യത്തെ പുറപ്പാടിന്റെ പുസ്തകത്തിനകത്ത് കൽപ്പന കൊടുക്കുന്ന പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ ഞാൻ തരുന്ന ദേശത്ത് അധിക കാലം താമസിക്കേണ്ടതിന് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ വിധേയപ്പെട്ട് ജീവിക്കാനാണ് ദൈവം കൽപ്പന കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും മാതാപിതാക്കൾക്കെതിരെ മറുതലിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതൊരിക്കലും ക്രിസ്തുവിന്റെ സ്വഭാവം അല്ല. കരങ്ങളടിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളെ കൈ ഒന്ന് പിടിച്ച് കുലുക്കിയിട്ട് പറ, യേശുവിന്റെ സ്വഭാവം ഉണ്ടാവണം പറ. വാ, ഇതിൽ കൂടുതൽ എന്നാ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇതിൽ കൂടുതൽ എന്നാ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടേ? യേശുവിന്റെ സ്വഭാവം ഉണ്ട്. നിങ്ങൾ കേട്ടെ, നിങ്ങളുടെ നാട്ടിൽ ഒരാൾ വന്ന് നിങ്ങളെപ്പറ്റി അന്വേഷിക്കുക. അപ്പോഴും പറയാണ് അവന് എന്താ സ്വഭാവം? കുഴപ്പമില്ല, അവനിങ്ങനെ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടെ, അവന് യേശുവിന്റെ സ്വഭാവമുള്ള ഒരുത്തനുണ്ട് അവിടെ എന്നാരെങ്കിലും പറഞ്ഞ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്നായിരിക്കും പരിപാടി? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത കാര്യം നിങ്ങൾ കേട്ടെ. അത് പറയാണ്, യേശു തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു എന്ന് പറയണ്ട, മനുഷ്യനായി മാറി എന്നാ പറഞ്ഞ. മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യനെ പോലെ എന്നാ പറഞ്ഞ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഈ SIN എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? SIN എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? അവനെ കൂടെ വിളിച്ചു കേട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ല. അവര് സ്വപ്നം കണ്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടെ, SIN എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? സിൻ എന്ന് പറഞ്ഞാൽ എന്താ? പാപം.
അപ്പോൾ ഈ നമ്മുടെ SIN ഇല്ലേ, ഈ SIN സണ്ണാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? I എന്ന് പറഞ്ഞ എന്താ? നീ മാറ്, നീ വിടന്നേ. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. കേട്ടെ, ലോകത്തിൽ ഞാനെന്ന് അവകാശപ്പെടാൻ. നിങ്ങൾ കേട്ടെ, പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മോശയോട് സംസാരിക്കുകയാണ്. മോശയോട് ദൈവം സംസാരിക്കുന്ന സമയത്ത് മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ മോശ തിരിച്ചൊരു കാര്യം പറയും, ദൈവമേ, ഞാൻ ദൈവത്തിനോട് സംസാരിച്ചു എന്ന് ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ അവർ ചോദിക്കത്തില്ലേ നിന്റെ പേരെന്താന്ന്? നിന്റെ പേരെന്താന്ന് ചോദിക്കത്തില്ലേ? അപ്പോഴേ എന്താന്ന് പറയണം? ദൈവം എന്താ പറഞ്ഞേ? ഞാൻ തന്നെ. ദൈവം എന്താ മോശയോട് പറഞ്ഞേ? ദൈവത്തിന്റെ പേരെന്താ പറഞ്ഞേ? ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പേരിന് ഡെഫിനിഷൻ കൊടുക്കാൻ ദൈവത്തിന് പോലും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ദൈവം അത്ര വലിയ ശക്തൻ, സർവശക്തൻ. എന്താ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുന്നില്ല. അത്രയും വലിയ ദൈവം പറയാണ് ഞാൻ തന്നെ എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ആരെങ്കിലും ഒന്ന് തോണ്ടിയത് പറയാം, എൻ്റെ സ്വഭാവം നിനക്കറിയാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? എൻ്റെ പഴയ സ്വഭാവം. ശുശ്രൂഷകരൊക്കെ പല ശുശ്രൂഷകരോട് പറയാറുണ്ട്, ബ്രദറെ എൻ്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അകത്ത് പഴയത് കടപ്പണം, അതാ അനുഗ്രഹം പ്രാപിക്കാത്ത. ഹല്ലേലൂയ. എൻ്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ വന്നത്? നീ നരകത്തിൽ പോകും. പിന്നെ അല്ലാതെ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഇല്ലേ, ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അതിനകത്ത് 0 ആവണം. എന്ത് ചെയ്യണ്ടേ? ഞാൻ അത് എന്ത് ചെയ്യണം? ഐനെ എന്ത് ചെയ്യാൻ പറ്റും? വളയ്ക്കാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? വളയ്ക്കാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന് മുമ്പിൽ വളയാൻ റെഡിയാണോ? ആണോ? അതോ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ച ഇന്നയാളുടെ മകനാണ്, അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ നീ? ഹല്ലേലൂയ. എൻ്റെ കുഴപ്പമല്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ഇന്ന കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ, അവിടെ കുടുംബ പേരൊക്കെ ഇവിടെ. സ്വർഗത്തിൽ കുടുംബ പേരൊന്നുമില്ല പൊന്നുമക്കളെ, നിങ്ങളുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ അകത്തല്ല നിങ്ങൾ അഭിമാനം പ്രാപിക്കേണ്ടത്, അതിൻ്റെ അകത്തല്ല നിങ്ങൾ അഭിമാനത്തിൽ നടക്കേണ്ടത്. നിങ്ങൾ നടക്കേണ്ടത്, നിങ്ങളെ അറിയപ്പെടേണ്ടത് യേശുവിൻ്റെ പേരിൽ അറിയപ്പെടണം. നിങ്ങൾക്കറിയാവോ? യേശുവിൻ്റെ പേരിൽ അറിയപ്പെടണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മുടെ ബൈബിളിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ബൈബിളിന്റെ പ്രത്യേകത, ആരെങ്കിലും പറ്റി ബൈബിൾ അടയാളപ്പെടുത്തിയാൽ, ആരെങ്കിലും പറ്റി ബൈബിൾ പരിചയപ്പെടുത്തിയാൽ അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ വീട്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര്, അദ്ദേഹത്തിന്റെ ദേശം, ഇതെല്ലാം പറയും. കേട്ടെ, ഇതെല്ലാം പറയും. പക്ഷേ നിങ്ങൾ കേട്ടെ, 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് ബൈബിളിലെ തന്നെ ഏറ്റവും വലിയ അഭിഷേകം ഉള്ള ഒരു വ്യക്തിയെ ദൈവം പരിചയപ്പെടുത്തിയ, കേട്ടോ, ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മകളെ നീ ശ്രദ്ധിക്കണമേ. നീ നിന്റെ ഈ നാട്ടിലെ അപ്പന്റെ പേരിൽ അല്ല നീ അറിയപ്പെടേണ്ടത്, സ്വർഗത്തിലെ അപ്പനായ യേശുവിന്റെ പേരിൽ നീ അറിയപ്പെടണം. കേട്ടെ, വചനം പറയണ, ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ. അദ്ദേഹം വന്നിട്ട് ആഹാബിന്റെ കൊട്ടാരത്തിൽ എന്ന് പറയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഭൂമിയിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മകളെ ശ്രദ്ധിക്കണമേ. നിന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ, കേട്ടെ, ഇനിയുള്ള കാലഘട്ടത്തിൽ നിന്നെ എങ്ങനെ അറിയപ്പെടേണ്ടെന്ന് അറിയാവോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പേരിൽ നിന്നെ അറിയപ്പെടണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കേട്ടെ, എൻ്റെ മാമോദിസ പേര് എഫ്രൈം എന്നാണ്. കേട്ടെ, എൻ്റെ മാമോദിസ പേര് എഫ്രൈം. ശ്യാം എന്നുള്ള പേര് ഞാൻ ഹിന്ദു ആയിരുന്ന സമയത്തുള്ള പേരാണ്. ശ്രദ്ധിക്കട്ടെ, ഞാൻ ആ പേര് മാറ്റാത്ത എന്താണെന്നറിയാവോ? ഞാൻ ധ്യാനം കൂടാൻ പോയ സമയത്ത് എൻ്റെ നാട്ടുകാർ, എൻ്റെ വീട്ടുകാർ, എൻ്റെ കൂട്ടുകാരെല്ലാം പറയാം, നിന്നെ ജാതി മാറ്റാൻ കൊണ്ടുപോവാ, നിന്നെ പേര് മാറ്റാൻ കൊണ്ടുപോവാ, നിന്റെ ജീവിതം കളഞ്ഞ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ നാട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന ശ്യാമാരെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് പറഞ്ഞു തരും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, ശ്രദ്ധിച്ചു കേട്ടോ. നീ ഇനി അറിയപ്പെടേണ്ടത്, നിന്നെ അഭിഷേകത്തിന്റെ പേരിൽ അറിയപ്പെടണം കേട്ടോ. അടുത്തിരിക്കുന്ന ആളെ കൈയൊന്ന് പിടിച്ച് കുലുക്കിയിട്ട് പറ, നിന്നെ അഭിഷേകത്തിന്റെ പേരിൽ അറിയപ്പെടണമെന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ മക്കളെ, ഒന്ന് പറഞ്ഞേ. കേട്ടെ, നമ്മുടെ ലക്ഷ്യം ഇതാണ്. ഇവിടുന്ന് ഇത് ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഇതിന്റെ അകത്തുനിന്ന് എത്ര പേരുണ്ടെന്ന് എനിക്കൊന്ന് അറിയണം. ഹല്ലേലൂയ. കേട്ടെ, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഇതിന്റെ അകത്തുനിന്ന് എത്ര പേരുണ്ടെന്ന് എനിക്കറിയണം. നിങ്ങൾ കേട്ടോ, ശ്രദ്ധിച്ചോ കേട്ടോ മക്കളെ. ഈ 18-ാമത്തെ വയസ്സിൽ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് ദൈവം എന്നെ വിളിച്ചോണ്ട് വന്ന എന്തിനാ? ഞാൻ മാമോദിസ എൻ്റെ 22-ാമത്തെ വയസ്സ് ഞാൻ മാമോദിസ സ്വീകരിച്ചു. കേട്ടെ, മാമോദിസ സ്വീകരിച്ച സമയത്ത് എൻ്റെ വീട് കൊല്ലമാണ്, കൊല്ലം കൊട്ടിയമാണ് എൻ്റെ ഇടവക. കൊട്ടിയം ഇടവക പള്ളി ഞാൻ മാമോദിസ സ്വീകരിച്ച സമയത്ത് എൻ്റെ അവിടെ നിന്നൊരു മുതിർന്ന ചേട്ടനോട് പറയാ, എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്,
എടാ നീ ഇപ്പം കല്ലറ മേടിച്ചാൽ പൈസ കുറവായിരിക്കും, നീയൊക്കെ മരിക്കുന്ന സമയത്ത് ഇവിടെ സ്ക്വയർ ഫീറ്റിന് കോടികളായിരിക്കും വില, അതുകൊണ്ട് ഇപ്പം തന്നെ നീ പൈസ കൊള്ളുമ്പോൾ കല്ലറ മേടിച്ചിടണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് ഞാൻ ആ മനുഷ്യനോടൊരു കാര്യം പറഞ്ഞു കേട്ടോ. ഞാനല്ല പറഞ്ഞു, എൻ്റെ അകത്തിരിക്കുന്ന ദൈവം. ഞാൻ പറഞ്ഞു കേട്ടെ, ഹനോക്കിൻ്റെ ദൈവത്തിൻ്റെ പേര് യേശു എന്നാണെങ്കിൽ, ഏലിയായുടെ ദൈവത്തിൻ്റെ പേര് യേശു എന്നാണെങ്കിൽ, ഹനോക്കിൻ്റെ ദൈവം എടുത്തിട്ടുണ്ടെങ്കിൽ, ഏലിയായ ദൈവം എടുത്തിട്ടുണ്ടെങ്കിൽ, എന്നെയും ദൈവം എടുക്കും. ഒരു ഹാലേലൂയ പറഞ്ഞൊരു ഹാലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ട ദൈവമക്കളെ കേട്ടെ, ടൈല് പണിക്കാരന് പണി കൊടുക്കാനല്ല ദൈവം നിന്നെ ക്രിസ്തുവിലേക്ക് വിളിച്ചത്. അതിനുവേണ്ടിയല്ല നിങ്ങളെ പിടിച്ച് ഇതിൻ്റെ അകത്ത് ഇരുത്തിയിരിക്കുന്നത്. ഒറ്റ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, യേശുവിന് വേണ്ടി മരിക്കാൻ, സഭയ്ക്ക് വേണ്ടി മരിക്കാൻ. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പുതിയ ജനറേഷൻ എഴുന്നേക്കണം. ഒരു ഹാലേലൂയ പറഞ്ഞ മക്കളെ, ക്രിസ്തുവിന് വേണ്ടി ഒരു പുതിയ ജനറേഷൻ ഇതിൻ്റെ അകത്ത് എഴുന്നേക്കണം. കേട്ടെ, എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചു, എല്ലാവരും ഈ ഭൂമി ജനിച്ച് എന്തെങ്കിലും ചെയ്തങ്ങ് പോകും. മക്കളെ, നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ സർക്കാർ ജോലി മേടിക്കേണ്ടെന്നോ, നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ, നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത് അതെല്ലാം അവിടെ കിടന്നോട്ടെ. അതൊന്നും അല്ല നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി നിങ്ങൾ മാറണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി മാറണമെങ്കിൽ സാത്താൻ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന, സാത്താൻ നിങ്ങൾക്കെതിരെ എന്താണോ ചെയ്യുന്നത്, ഇത് നിങ്ങൾ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് നിങ്ങളെ വിളിച്ചതിൻ്റെ അകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്. സാത്താൻ നിങ്ങൾക്കെതിരെ എന്ത് പ്രയോഗം നടത്തുന്നത്. എന്നിട്ട് അടുത്ത കാര്യം ശ്രദ്ധിക്കണമേ. ഈ കാലഘട്ടത്തിൽ പിശാച് ഒരു കാര്യം ചെയ്തിട്ട്, കേട്ടെ, ഈ കാലഘട്ടത്തിൽ പിശാച് ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളോട് പറയും, ഇതിപ്പോ ആരാണ് ചെയ്യാത്തത്? എല്ലാവരും ചെയ്യുന്നില്ല, ഞാൻ ചെയ്താൽ എന്താ കുഴപ്പം? എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ വരുന്നവൻ അത് ചെയ്തായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം എന്റെ കൂടെ ധ്യാനം കൂടി ഇത് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ എന്റെ കൂടെ പള്ളി വരുന്നവന് വരാത്തവനും എല്ലാവരും ഇത് ചെയ്തു, പിന്നെ എനിക്കെന്താ കുഴപ്പം? പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, നിന്നെ ദൈവം വിളിച്ചത് ഇൻഡിവിജ്വൽ ആയിട്ടാ. ശ്രദ്ധിക്കണമേ, നിന്നെ ദൈവം വിളിച്ചത് ഇൻഡിവിജ്വൽ ആയിട്ടാ, നിന്നെ ദൈവം വിളിച്ചത് വ്യക്തിപരമായിട്ടാ. കേട്ടോ, നിന്നെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ നല്ല ദൈവം പറഞ്ഞത്. ദൈവം ഓരോ വ്യക്തിയെ വിളിക്കുന്ന വ്യക്തിപരമായിട്ടാ. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ടെന്നേ. കേട്ടെ, നീ തീർന്നു പോകുമായിരുന്നെങ്കിൽ എന്നെ തീർന്നേനെ. നീ പാപത്തിന്റെ അകത്ത് അവസാനിക്കുമായിരുന്നെങ്കിൽ എന്നെ അവസാനിച്ചേനെ. നീ പാപത്തിന്റെ അകത്ത് അവസാനിക്കാതെ, നീ തീർന്നു പോകാതെ, ഈ ലോകത്ത് പലരും അവസാനിച്ച പോലെ അവസാനിക്കാതെ, പട്ടുപോകാതെ നീ നിൽക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്നറിയാമോ? കർത്താവായ യേശുവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞ മക്കളെ, ഹല്ലേലൂയ പറഞ്ഞ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. കേട്ടോ, അടുത്ത കാര്യം കേട്ടെ, വെളിപാട് പുസ്തകം, നിങ്ങൾ ബൈബിളിലെ പുതിയ നിയമ പുസ്തകത്തിലെ പ്രവാചക പുസ്തകം ഏതാണെന്നറിയാവോ? പുതിയ നിയമ പുസ്തകത്തിലെ പ്രവാചക പുസ്തകം, പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലാണ് പ്രവാചകം ഉള്ളത്, പ്രവചന പുസ്തകം. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? നിറവേറാനുള്ളത്. എന്നാൽ പുതിയ നിയമത്തിലെ പ്രവാചക പുസ്തകമാണ് വെളിപാടിന്റെ പുസ്തകം. നിങ്ങൾ കേട്ടോ, വെളിപാടിന്റെ പുസ്തകത്തിൽ 2 സ്ഥലത്താണ് വിഗ്രഹാർപ്പിത ഭക്ഷണത്തെ പറ്റി പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ വ്യാഖ്യാനം കൂടെ ഞാൻ പറഞ്ഞാണ്. കേൾക്കണേ. അവിടെ പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുന്നത് പറയുന്നത് ഇങ്ങനെയാണ്. പെർഗമോസിലെ സഭയുടെ ദൂതനം എഴുതുക, മൂർച്ചയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു, നീ ഇവിടെ വസിക്കുന്ന എനിക്കറിയാം, സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. എങ്കിലും എന്റെ നാമത്തെ നീ മുറുകെ പിടിച്ചു, സാത്താൻ വസിക്കുന്ന നിങ്ങൾ സമൂഹത്തിൽ വെച്ച് എന്റെ വിശ്വസ സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിലും നീ വിശ്വാസം കൈവെടിഞ്ഞില്ല. എങ്കിലും നിനക്കെതിരെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. കേട്ടോ, യേശുവിന് വലിയ സാക്ഷ്യം കൊടുത്ത ആളെ പറ്റി ഈ പറയുന്നത്. യേശുവിന് വലിയ സാക്ഷ്യം കൊടുത്ത, ദൈവത്തിന് വലിയ സാക്ഷ്യം കൊടുത്ത സഭയെ പറ്റിയാണ് ഈ പറയുന്നത്. കേട്ടോ, ആ സഭയുടെ ദൂതൻ, എങ്കിലും എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്ന്. ഇത്രയും കാര്യം ചെയ്തിട്ടും, ഇത്രയും വലിയ കാര്യം, എന്താ അന്തിപ്പാസ് മരിച്ചപ്പോൾ സംരക്ഷിച്ചെന്നും, എന്നിട്ട് ആദ്യം പറയാണ് ഇങ്ങനെ, നീ ഇവിടെ വസിക്കുന്ന, സാത്താൻ ഉള്ളിടത്ത് വസിക്കുന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നാലും നിനക്ക് ഒരു കാര്യം പറയാനുണ്ട്. കേൾക്കണമേ. എങ്കിലും നിനക്കെന്റെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചപ്പോൾ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പരിണാമം നൽകിയ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിന്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവരുണ്ട്. കേട്ടെ, അന്ന് പഴയ കാലത്ത് ഇസ്രായേൽ ജനത്തിനെതിരെ പ്രവചിക്കാൻ ബാലാക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കൊണ്ട് പ്രവചിക്കാൻ പറഞ്ഞു. അപ്പോൾ ബാലാക്ക് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ കാര്യം? അത് പ്രവചിക്കാൻ പറ്റാത്ത കാരണം അവർ ഇസ്രായേൽ ജനമാണ്, അവർ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ടൊരു കാര്യം ഞാൻ ഇവർക്കെതിരെ പ്രവചിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്ത്, ഒന്നീ വ്യഭിചാരം ചെയ്യണം, അതല്ലെങ്കിൽ ഒരു പാപജന, അല്ലെങ്കിൽ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇങ്ങനെ കഴിച്ചതിന്റെ പേരിൽ, ഇങ്ങനെ പാപം ചെയ്തതിന്റെ പേരിൽ ബാലാക്ക് എന്ന് പറയുന്ന പ്രവാചകന് ഇസ്രായേൽ ജനത്തിനെതിരെ പ്രവചിക്കാൻ ഒരു കാരണം ഉണ്ടായി. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സാത്താൻ കേറാൻ ഒരു ഡോർ നീ തുറന്നു വെച്ച് കൊടുക്കാതെ സാത്താൻ കേറത്തില്ല. അടുത്ത കേട്ടോ, നിങ്ങൾ അടുത്ത കാര്യം കേട്ടോ. അടുത്തത് കേട്ടെ, തിയാത്തിരയിലെ സഭയുടെ ദൂതൻ എഴുതുന്നത്. കേട്ടോ, തിയാത്തിരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസ്തുതി അരുളി ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തിനേക്കാൾ മെച്ചപ്പെട്ടവനാണ്.
ക്രിസ്ത്യാനിയാണ്, എങ്കിലും കേട്ടെ, എനിക്കിതാ സങ്കടം വന്ന, എങ്കിലും നിനക്കെതിരെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. പ്രവാചക എന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നത് കേട്ടെ. ജസബൽ എന്ന് പറഞ്ഞാൽ അറിയാവോ? ആഹാബ് രാജാവിന്റെ ഭാര്യയുടെ പേരാണ് ജസബൽ. അവളൊരു വിജാതീയ സ്ത്രീയായിരുന്നു. അതൊരു സ്പിരിറ്റായി മാറി. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, അതൊരു ഈവിൾ സ്പിരിറ്റായി മാറി. നിങ്ങൾ ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുമ്പോൾ അറിയാവോ, നിങ്ങളുടെ മേല് സാത്താൻ അവകാശം പറയാൻ ഒരു കാരണമാകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ മേല് അപ്പോഴും നിങ്ങൾ പറയും, ബ്രദറെ അത് ഹിന്ദുക്കളാണല്ലോ കൂട്ടുകാർ, കുറച്ച് ആൾക്കാരുള്ള, മുസ്ലിങ്ങളാണല്ലോ കുറച്ച് കൂട്ടി. ഞാനൊരു കാര്യം പറയാം, പ്രിയ ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ കേട്ടെ, യേശുക്രിസ്തു പറഞ്ഞു, പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിൽ വീഴുന്നതിനൊക്കെ നല്ലതെന്ന് കേട്ട്. യേശുവാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്നേഹത്തോടു കൂടി സംസാരിച്ച ആള് കേട്ടോ. ആ യേശു പറയാണ്, പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിൽ വീഴുന്നതിനൊക്കെ നല്ലത് നിങ്ങൾ അംഗഹീനരായി സ്വർഗത്തിലേക്ക് വരുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഫെഡറിക്ക്, നീ എന്നെ നോക്കടാ, എന്റെ ഉണ്ട കണ്ണിലോട് നോക്കിയിരിക്കുക. ഹാലലൂയ പറഞ്ഞേ, ഹാലലൂയ കേട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ യേശു ഇത് പറയുമ്പോൾ നിങ്ങൾ കേട്ടോ, യേശു ഇത് പറയുമ്പോൾ കേട്ടോ, നരകത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പോഴിത് ഇതൊരു യൂത്തിന് ക്ലാസ് എടുത്തപ്പോൾ ഒരു പെങ്കൊച്ചനോട് പറയാം, ബ്രദറെ, ഈ ബ്രദറല്ലേ നേരത്തെ പറഞ്ഞത് ശരീരം കൊണ്ടൊരു പ്രയോജനം ഇല്ലെന്ന്. അങ്ങനെയെങ്കിൽ മരിക്കുമ്പോൾ ശരീരം ഇട്ടിട്ടല്ലേ പോകുന്നത്, പിന്നെ നമ്മൾ വേദന അനുഭവിക്കത്തില്ലല്ലോ, ഇല്ലേ? അടിപൊളി അല്ലേ? ഓക്കെ അല്ലേ? എടാ, ഞാൻ നിന്നെ ഇങ്ങനെ നുള്ളുകയാണേ, നിനക്ക് വേദന ഉണ്ടാവും നോക്കണം. ഉണ്ടാ നിന്റെ പേരെന്തായിരുന്നു? ജെറാൾഡ്. കേട്ടെ, വേദനയില്ലേ? ഓക്കെ, നേഴ്സുമാരൊക്കെ ശ്രദ്ധിച്ചോണേ, ഈ ജെറാൾഡിന് സംഭവിക്കത്തില്ല കേട്ടോ. നെഗറ്റീവ് അതുകൊണ്ടപ്പോൾ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. കേട്ടെ, ജെറാൾഡിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ അങ്ങ് പോയി, പിന്നെ അവനെ നുള്ളിയ വേദന എടുക്കുവോ? ഇല്ലല്ലോ. അപ്പോഴിവന് വേദന എടുത്ത് എന്തുണ്ടായണ്ടാ? മനസ്സിലായാ പറഞ്ഞേ? ഹല്ലേലൂയ പറഞ്ഞ് മനസ്സിലായാ? ജീവനുണ്ടോ? ജീവൻ നശിക്കത്തില്ല. ഇത് ആത്മാവിൻ്റെ അകത്താ ജീവൻ ഇരിക്കുന്നത്, മനസ്സിലായ? ഈ ആത്മാവ് നശിച്ചു പോകത്തില്ല, അത് ദൈവത്തിൻ്റെതാ. 10,000 വർഷം യേശുവിൻ്റെ അടുത്താണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ലക്ഷ്യം, സഭയുടെ ലക്ഷ്യം ഇതാണ്, നിങ്ങളെ ക്രിസ്തുവിൽ നടത്തുക, നിങ്ങൾ ക്രിസ്തുവിൽ വഴി നടത്തുക. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ 1-ാം പ്രമാണം ലംഘിച്ച് കഴിഞ്ഞാൽ ബാക്കി 10 പ്രമാണത്തിൻ്റെ അകത്ത് നിങ്ങൾ വീണുപോയി എന്നതിൻ്റെ തെളിവാണത്. മനസ്സിലായ? അടുത്തൊരു കാര്യം ശ്രദ്ധിച്ച് കേട്ട്, നിങ്ങൾ ഞായറാഴ്ച വന്ന് പള്ളി പോകുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഞായറാഴ്ച പള്ളി പോകുന്നത് വേണ്ട, കൈതാത്തിട്ടോ. ഹല്ലേലൂയ. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? പ്രിയപ്പെട്ട ദൈവമക്കൾ ശ്രദ്ധിക്കണമേ, നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം കേട്ടോ. എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇരിക്കണം. മനസ്സിലായോ? കുടുംബ പ്രാർത്ഥന നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കുടുംബ പ്രാർത്ഥന നിങ്ങൾ ഇരിക്കണം. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോഴേ നിങ്ങൾ കേട്ടെ, നിങ്ങൾ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ചെയ്തത് ഇതിന്റെ 10 മടങ്ങ് ആര് ചെയ്യും? പറ. ഇതൊരു നാണക്കേടാണ്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേക്കും മക്കളാ, അതെന്തുവാ ബ്രദറെ? കല്യാണോ, അതെന്തുവാ ബ്രദറെ? അതെന്തോ സംഭവം? ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഒരു സിനിമാ നടൻ പറഞ്ഞൊരു കാര്യം എന്നോട് ഒരു കൂട്ടുകാരൻ പറഞ്ഞു. ഞാൻ സിനിമയൊന്നും കാണാറില്ല. നീ എന്താടാ കല്യാണം കഴിക്കാത്ത? ഞാൻ കല്യാണം കഴിച്ചാൽ മക്കളുണ്ടാവും. വീട്ടുകാരെന്ത് വിചാരിക്കാൻ എന്നെ പറ്റി? അതുകൊണ്ടാണോ? ഹല്ലേലൂയ. നിങ്ങൾ ഒന്ന് ചെയ്താൽ നിങ്ങളുടെ മക്കൾ 10 ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ, അടുത്തൊരു ജനറേഷൻ നിങ്ങളുടെ അകത്തുനിന്ന് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്തതിൻ്റെ 10 മടങ്ങ് ചെയ്യും. ഇപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ സാത്താൻ പറയും, കുഴപ്പമില്ലെന്നേ, കുറച്ച് നാൾ കഴിഞ്ഞ് മാറാന്ന് പറയും കേട്ടെ, കുറച്ച് നാൾ കഴിഞ്ഞ് മാറാന്ന് പറയും. ഞാൻ ഒരു ദിവസം ഒരു പയ്യനോട് പറഞ്ഞിടാ, നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ബ്രദറെ, ഈ സമയത്തല്ല അടിച്ചു പൊളിക്കാൻ പറ്റൂ, ഞാൻ 2 കൊല്ലോടെ കഴിയട്ടെ എന്ന് പറഞ്ഞു തീർന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് വേറൊരു പുള്ളിക്കാരി എന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകണേ. ഇവൻ ഒരു പയ്യൻ കട്ടിൽ കിടക്കുക, ആക്സിഡന്റ് പറ്റി കട്ടിൽ കിടക്കുക എന്ന് പറഞ്ഞു. ഇവിടെ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇവന് നല്ല പരിചയമുണ്ട്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുക, ബ്രദറിന് എന്നെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. ബ്രദറെ, ഒരു ദിവസം ഞാൻ ബ്രദറിനെ കാണാൻ വന്നായിരുന്നു, അന്ന് ബ്രദർ എന്നോട് പറഞ്ഞായിരുന്നു യേശുവിലേക്ക് ആവണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചടാ? അതെനിക്ക് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു. എന്നിട്ടോ ആരുടെ കൂടെ പോയപ്പോൾ സംഭവിച്ചു? അതൊരു കൂട്ടുകാരൻ്റെ കൂടെ. എന്നിട്ടോ കൂട്ടുകാരൻ അല്ല, അവനൊന്നും പറ്റിയില്ല. നിനക്കോ? അവൻ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചുടാ, നീ എഴുന്നേക്കത്തില്ല? ഡോക്ടർ പറഞ്ഞു സ്പൈനൽ കോഡ് ഒന്നുമില്ലെന്ന് പറഞ്ഞു, ആ ഭാഗത്ത് ജീവൻ മാത്രമേ ഉള്ളൂ, ഞാനിങ്ങനെ കിടക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചുടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്തെന്ന് പറഞ്ഞു.
ഹല്ലേലൂയാ. മരിച്ചുപോയി കേട്ടോ പയ്യൻ, മരിച്ചുപോയി, കുറച്ചാൾ ഞാൻ മരിച്ചുപോയി. ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ അപകടം സംഭവിക്കുന്നല്ല ഞാനീ പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടിയ സമയം നിങ്ങൾ ഉപയോഗിക്കുക. ഞാനത് ഉപയോഗിച്ച ആളായോണ്ട് പറയുക, മനസ്സിലായോ? ഞാൻ ഉപയോഗിച്ച ആളായോണ്ട് പറയുക. നിങ്ങൾക്ക് കിട്ടിയ സമയം, നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പറ്റിയ സമയം നിങ്ങൾ ഉപയോഗിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. രണ്ട്, ഞാൻ പറയുന്നത് ഒരു പ്രാക്ടിക്കലാണ് മക്കളെ. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ പറ്റും. കർത്താവെ എന്നെ കൊണ്ട് പറ്റിക്കണം, കർത്താവ് ഇതെന്നെ കൊണ്ട് പറ്റും, ദൈവം ഇത് ചെയ്യിക്കണേ കർത്താവെ, ഇതിൽ നിന്ന് തന്നെ മാറ്റണേ കർത്താവ് എന്ന് പറയുക. അത് കഴിയുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റും. രണ്ട്, നിങ്ങളുടെ കാര്യം കേട്ടെ, നിങ്ങൾക്ക് മദ്യപിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. വളരെ കേട്ടോ, നിനക്ക് ഉണ്ടെന്നല്ല ഞാനീ പറഞ്ഞത് കേട്ടാ. നീ ചിരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും നീ മദ്യപിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ചിരിക്കാതിരിക്കുന്നവർ മദ്യപിക്കത്തില്ലെന്നാണോ നിന്റെ വിചാരം? പോട്ടെ കേട്ടെ, ശ്രദ്ധിച്ച് കേട്ടെ. ഞാൻ ഫെഡറിക്കിന്റെ പേര് കാണാൻ, അവന്റെ പേര് എനിക്ക് പെട്ടെന്ന് മനസ്സിലായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഈ മദ്യപിക്കുന്നൊരു 10 കൂട്ടുകാരെ കൂടെ നീ നടക്കുക. അപ്പോൾ ഞാൻ മദ്യപിക്കുന്ന ടച്ചിങ്സ് മാത്രമേ അടിക്കത്തുള്ളൂ. എടാ, നിന്നെ പോലെ കുടിക്കുന്നതും പിന്നെ ഉണ്ടാവത്തില്ല. പിന്നെ ടച്ചിങ്സ് മാത്രമേ, അവന്റെ കാര്യം പോക്കാം ആണെന്നേ, അവൻ സൂപ്പർ അടിയായിരിക്കും. ഹല്ലേലൂയാ. ഇപ്പൊ പ്രേമിക്കുന്നൊരു സുഹൃത്ത് നിങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, കുറച്ച് നാൾ നിങ്ങൾ അവരെ കൂടെ നടക്കുക. ഉറപ്പിച്ചോ, ആ കാറ്റ് നിങ്ങളുടെ മേലും അടിക്കും. അടിക്കത്തില്ലേ? അടിക്കുമെന്നേ കേട്ടോ. ആ കാറ്റ് നിങ്ങളുടെ മേലും അടിക്കും, ഉറപ്പിച്ചോ. നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട. നിങ്ങൾ കുറച്ച് നാള് IFI മിഷൻ ശുശ്രൂഷയുടെ കൂടെ നടക്കണം, ഒന്നും ചെയ്യണ്ട. ഉറപ്പിച്ചോ, നിങ്ങളും പ്രാർത്ഥിക്കും. അതങ്ങനെയാ, മനസ്സിലായില്ലേ? അതങ്ങനെയാ. നിങ്ങൾ ഏതിൻ്റെ കൂടെ നടക്കുന്നു അത് നിങ്ങളുടെ മേലും വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യത്തോടെ പറഞ്ഞ് നിർത്തുകയാണ്, ക്രിസ്തുവും നിങ്ങളും തമ്മിലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം കേട്ടോ. ദൈവവും നിങ്ങളും തമ്മിലൊരു സ്നേഹബന്ധം ഉണ്ടാകണം. നിങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കണം, എപ്പോഴും സംസാരിക്കണം. എപ്പോഴൊക്കെ സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾ അപ്പോഴൊക്കെ സംസാരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുവും നിങ്ങളും തമ്മിലുള്ള ബന്ധം വർദ്ധിക്കുന്ന അടുത്ത് മാത്രമേ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റൂ. നിങ്ങൾ കേട്ടെ, നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷത്തെ സഭ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ പുസ്തകം എന്നാണ്. കേട്ടെ, ലൂക്കായുടെ സുവിശേഷത്തെ സഭ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ പുസ്തകം. നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന അതിനകത്താണ്, യേശു മാമോദിസ സ്വീകരിച്ച ഉടനെ പ്രാവ് യേശുവിന്റെ മേൽ വന്നില്ല. കേട്ടെ, യേശു മാമോദിസ സ്വീകരിച്ചതിന്റെ പ്രാവ് യേശുവിന്റെ മേൽ വന്നില്ല. മത്തായിയുടെ സുവിശേഷം പറയുന്നു മാമോദിസ സ്വീകരിച്ചതിന്റെ പ്രാവ് പറന്നു വന്നു. പക്ഷെ ലൂക്കായുടെ സുവിശേഷം പറയുന്നു യേശു മാമോദിസ സ്വീകരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ പ്രാവ് വന്നെന്നാണ് എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. കേട്ടെ, അടുത്ത കാര്യം കേട്ടെ, പ്രാവ് വരണോ? വരണമെങ്കിൽ പ്രാർത്ഥിക്കണം കേട്ടോ. അടുത്ത കാര്യം കേട്ടെ, ശ്രദ്ധിച്ച് കേട്ടെ. അടുത്ത കാര്യം ശ്രദ്ധിച്ച് കേട്ടെ മക്കളെ. 2, യേശു പ്രാവ് വന്നതിന് ശേഷം, പരിശുദ്ധാത്മ വന്നതിന് ശേഷം പിന്നെ യേശു എന്ത് ചെയ്തു? 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോയി. മനസ്സിലായ? 40 ദിവസം. ഈ നിങ്ങൾ മത്തായിയുടെ ലൂക്കായുടെ സുവിശേഷം വായിച്ചൊക്കെ കാണാൻ പറ്റും. അവൻ ഒരു കല്ലേറ് ദൂരം പോയിരുന്നു പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു, മലമുകളിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു, കടത്തീരത്ത് പോയിരുന്നു പ്രാർത്ഥിച്ചു, ശിശുമാരുടെ കൂടെ പ്രാർത്ഥിച്ചു. മനസ്സിലായ? എപ്പോഴും പ്രാർത്ഥിച്ചു. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് സംസാരിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കർത്താവിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ.